ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യൻ നിസ്സഹായനായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമെന്ന് അവൻ പറയുന്നു. സഹായം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സങ്കേതത്തിലേക്ക് അവൻ കൈക്കുമ്പിൾ നീട്ടുന്നു. രോഗശയ്യയിലായിരിക്കുന്ന ഒരുവൻ ആദ്യം കയ്യിലുള്ള ചില്ലറ മരുന്നുകൾ കൊണ്ട് രോഗത്തെ തടഞ്ഞു നിർത്താമോ എന്ന് നോക്കും. പറ്റില്ലെന്നു കണ്ടാൽ അടുത്തുള്ള വൈദ്യനെ സമീപിക്കും. കൂടിയേ തീരൂ എന്നു കണ്ടാൽ ആശുപത്രിയിൽ പ്രവേശിക്കും. ഇങ്ങനെ പല പർവ്വതങ്ങളിലേക്ക് നാം കണ്ണുകൾ ഉയർത്താറുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചില പുണ്യസ്ഥലങ്ങളാകുന്ന പർവ്വതങ്ങളിലായിരിക്കും ചിലർ കണ്ണുകൾ ഉയർത്തുക. നേർച്ച കാഴ്ചകൾ കൊണ്ട് ഉദ്ദിഷ്ടകാര്യ ലാഭമുണ്ടാകുമെന്നോർത്ത് അത്തരം പർവ്വതങ്ങളിലേക്കും ചിലർ കണ്ണുകൾ ഉയർത്തുന്നു. സിദ്ധൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ചു കൊടുക്കുന്ന പുണ്യജലം കൊണ്ട് പൊറുക്കാത്ത ഒരു വ്യാധിയും ഇല്ലെന്നാണ് ഇനിയും ഒരു കൂട്ടരുടെ വിശ്വാസം. എന്നാൽ ഉയർത്തേണ്ട സ്ഥാനത്തേക്കല്ല നാം പലപ്പോഴും കണ്ണുകൾ ഉയർത്താറ്. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമെന്ന് എബ്രായ കവി പാടുന്നു. അതിനുശേഷം കവി സ്വയം ചോദിക്കുന്നു, അവിടെ നിന്ന് സഹായം ലഭിക്കുമോ എന്ന്. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു എന്ന് കവി തന്നെ ഉത്തരവും നൽകുന്നു. ഏതെല്ലാം പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാലും സർവശക്തനായവനിൽ മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. സഹായം നൽകുന്നവനിലേക്ക് കണ്ണുകൾ ഉയർത്തുക. കണ്ണുകൾ ഉയർത്തുക എന്നത് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ സാധ്യതയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു ഭക്തൻ പുതിയ മനുഷ്യനായി എഴുന്നേൽക്കുന്ന പക്ഷം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് തീരുമാനിക്കാം. ഈ രൂപാന്തരം പ്രാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. സങ്കീർത്തനം 123:2. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.